നമസ്കാരം. സത്യം പറഞ്ഞാൽ ഷിംജിത മുസ്തഫയോട് എനിക്കിപ്പോൾ ഒരു ചെറിയ സഹതാപമുണ്ട്. ആളുകൾ എന്നെ കുറ്റം പറയരുത്. കാരണം അടിസ്ഥാനപരമായി ക്രിമിനൽ അല്ല. അവരിപ്പോൾ അനുഭവിച്ചിരിക്കുന്ന ഈ യാതനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർ അനുഭവിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതൊരു വകതിരിവില്ലായ്മയുടെ ഫലമായി അനുഭവിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വകതിരിവില്ലായ്മ, അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണിത്. വളരെ എളുപ്പത്തിൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ സാമ്പത്തിക ലാഭമുണ്ടാക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ ശക്തമാണ്. ഗൗരവമായി മാധ്യമപ്രവർത്തനത്തെ കാണുന്ന മറുനാടനെ പോലെയുള്ളവരെയൊക്കെ പലരും പരിഹസിക്കാൻ ഇത്തരം കൂട്ടത്തിൽ പിടിച്ചിടാറുണ്ടെങ്കിലും ഞങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഈ പണി ചെയ്യുന്നതാണ്. ഒരിക്കലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ വ്യത്യസ്തമാണ്. സ്വന്തം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും അതിന് ചെറിയ വരുമാനം കിട്ടുമെന്നാണ് പലരും പറയുന്നത്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ 2 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. എൻ്റെ പേഴ്സണൽ ഫേസ്ബുക്ക് ഞാൻ മോണിറ്റൈസേഷൻ ഓണാക്കിയിട്ടേ ഇല്ല. എനിക്കതിൽ താല്പര്യമില്ല. ഞങ്ങൾ പ്രൊഫഷണലായി ഈ ജോലി ചെയ്യുന്നവരാണ്. ഇനി പണത്തിനപ്പുറത്തേക്ക് റീച്ച് കിട്ടാൻ, കയ്യടി കിട്ടാൻ, ലൈക്ക് കിട്ടാൻ, ഷെയർ കിട്ടാൻ എന്തും ചെയ്യുന്ന ഒരു പ്രവണത. അങ്ങനെ കടന്നു വരുന്ന പലരും സെലിബ്രിറ്റികളായി മാറുന്നു. ഞാൻ ഈ അടുത്ത കാലത്താണ് ചില പേരുകളൊക്കെ കേൾക്കുന്നത്. വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അതിഥികളായി എൻ്റർടൈനേഴ്സായി വരുന്ന പൊട്ടന്മാരുണ്ടെന്ന്. വിഡ്ഢിത്തവും പൊട്ടത്തരവും വിളിച്ചു പറയുന്നത് കൊണ്ട് മാത്രം വൈറലായിരിക്കുന്ന ആളുകൾ വിഡ്ഢിച്ചിരിച്ചിരിക്കുന്ന പല ടീമുകളും പലയിടങ്ങളിലും വിവാഹ പാർട്ടികളിൽ അതിഥികളായി എത്തുന്നുണ്ടത്രേ. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതിനേക്കാൾ ഞെട്ടിച്ചത് ഒരു സ്ത്രീ കുറേ രുദ്രാക്ഷമൊക്കെ ഇട്ട് ദിവസവും ഇരുന്നുകൊണ്ട് തെറി വിളിക്കും ചാനലിലൂടെ. ഇങ്ങനെ യാദൃച്ഛ്യം നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവരുടെ തെറിവിളി എത്താറുണ്ട്. അതെങ്ങനെയാണ് എൻ്റെ ഫീഡിലെത്തിയെന്ന് എനിക്കറിയില്ല. അവരെ ഏതോ ഒരു ക്ഷേത്രത്തിൽ അതിഥിയായി കൊണ്ടുപോയി എന്ന് കേട്ട് ഞെട്ടിപ്പോയി. പച്ചത്തെറി മാത്രമാണ് വിളിക്കുന്നത്. നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമുക്ക് കേൾക്കാൻ കഴിയാത്ത തെറി. ഇത് നമ്മുടെ മാറി വരുന്ന സോഷ്യൽ മീഡിയ യുഗത്തിൻ്റെ ഒരു ദോഷമാണിതൊക്കെ. ഇതിനൊന്നും നിയന്ത്രണമില്ല. ഇതിനൊന്നും നിയന്ത്രിക്കാൻ പറ്റിയ നിയമങ്ങളില്ല. ഉള്ള നിയമങ്ങൾ ആളുകൾ ദുരുപയോഗിക്കുന്നു. ഞാൻ പറയാറില്ല, IT ആക്ട് 67A വളരെ അപകടം പിടിച്ചൊരു നിയമമാണ്. നിയമം കർശനമാണ്. നമ്മൾ അശ്ലീല സംഭാഷണങ്ങളും അശ്ലീല പ്രക്ഷേപണങ്ങളും ഒക്കെ തടയാനുള്ളതാണ്. പക്ഷേ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ വ്യാജ സന്യാസിനിയെ പോലുള്ളവർ എന്ത് വൃത്തിയോട് പറഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. അതേസമയം സ്വാധീനമുള്ളവർക്കെതിരെ സാധാരണക്കാരൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ ആ വകുപ്പ് ചുമത്തി ജയിലിലടക്കി. ഇത് നമ്മുടെ ഒരു പ്രവണതയാണ്. ഷിംജിതയുടെ എൻ്റെ സഹതാപം അവർക്കൊരു ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നതാണ്. ഒരു ക്രിമിനൽ പശ്ചാത്തലവും അവർക്കില്ല. അവർ ഇപ്പോഴത്തെ ട്രെൻഡിൻ്റെ ഭാഗമായി രാവിലെ ഒരു വൈറൽ വീഡിയോ സൃഷ്ടിക്കാൻ ഇറങ്ങുന്നു. കുറച്ചു നേരം മാത്രമേ അവർ ഈ ബസ്സിൽ യാത്ര ചെയ്തുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളല്ല, സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണ്. ഒരു വീഡിയോ തപ്പി ഇറങ്ങിയത്, ഒരു ഇരയെ തപ്പി ഇറങ്ങിയതാണ്. നിർഭാഗ്യവശാൽ ദീപക് എന്നവൻ ഇരയായി വീണു. അവരെന്തുകൊണ്ട് ഇത് ചെയ്തു? ഇത്തരം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം കാണാറുണ്ട്. ഈ കാണുന്ന വീഡിയോകൾക്ക് ആളുകളുടെ കയ്യടി കിട്ടാറുണ്ട്, ആളുകൾ ലൈക്ക് ചെയ്യാറുണ്ട്, അതിൻ്റെ പേരിൽ മറ്റേയാളെ ചീത്ത വിളിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇങ്ങനെയായി മാറിയത് ആ പാവപ്പെട്ടവൻ മരിച്ചതുകൊണ്ടാണ്, അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഇപ്പോഴിത് അവർ അറസ്റ്റിലായിരിക്കുന്നു, തടവിലായിരിക്കുന്നു. ഞാൻ പറയുന്നത് ഇനി അവരെ വെറുതെ വിടണമെന്ന്. കാരണം അവർ ചെയ്ത കുറ്റത്തിന് അർഹിക്കുന്ന ശിക്ഷ ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇനിയും അവരുടെ പിന്നാലെ നടന്ന് അവരെ ആക്രമിച്ച് അവരെ കൂടി ജയിലിൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുത് എന്ന അഭ്യർത്ഥന എനിക്കുണ്ട്. കാരണം ജീവിതത്തിൻ്റെ ആഘാതങ്ങളെ ഒന്നും താങ്ങാനുള്ള ശേഷി എല്ലാവർക്കുമില്ല. ഒരു മനുഷ്യൻ്റെ ജീനുമായി ബന്ധപ്പെട്ടതാണ് ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത്. ഇപ്പം കൊലപാതകം, ഒരു നിമിഷം ഒരു പ്രകോപനം ഉണ്ടാകുമ്പോൾ കുത്തിക്കൊല്ലുകയാണ്. അവൻ അപമാനിക്കപ്പെടുമ്പോൾ അവന് ജീവിതത്തിൽ വലിയ ചതിയായി തോന്നുമ്പോൾ ഉണ്ടാവുന്ന. ഞാൻ കഴിഞ്ഞ ദിവസം ജോബ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, അയാൾ വലിയ മിടുക്കനാണ്, MA കോട്ടയംകാരനാണ്. കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളി കുളപ്പുറത്ത് താമസിക്കുകയായിരുന്നു. അയാളെക്കാൾ പ്രായമുള്ള, ഭർത്താവ് മരിച്ചുപോയ പ്രായമുള്ള മകനുള്ള ഒരു സ്ത്രീ, അവരെ അവൻ വിശ്വസിച്ചു, അവരെ ജീവിതത്തിൽ രക്ഷിച്ചെടുക്കാൻ കൊണ്ടുവന്നതാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? ഇവനെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും ഇവർ മറ്റ് ഇടപാടുകൾക്ക് പോവുകയും ചെയ്തു. ഇവൻ തകർന്നുപോയി, അവരെ കൊന്നു, അവനും മരിച്ചു. അപ്പം ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനി എനിക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് കരുതുമ്പോൾ എൻ്റെ ജീവിതം ക്ലേശകരമാക്കിയവരെ കൊല്ലുന്നൊരു പ്രവണത നമ്മുടെ ഇടയിലുണ്ട്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. എന്തുകൊണ്ട് ഈ ഷിംജിത് ഇത് ചെയ്തു? അവളെപ്പോലെ അനേകം പേർ സോഷ്യൽ മീഡിയയിൽ ഈ പണി ചെയ്യുന്നത് കൊണ്ട് ചെയ്തു. അയാൾ മരിച്ചതുകൊണ്ട് അവൾക്ക് പണി കിട്ടി. അവൾ പേടിച്ചുപോയി, അക്ഷരാർത്ഥത്തിൽ പേടിച്ചുപോയി കാണും. ഓടി രക്ഷപ്പെടാൻ പോലും കഴിഞ്ഞില്ല. വാർത്തകൾ വരുന്നു. ഇന്നലെ തന്നെ ലുക്കൗട്ട് നോട്ടീസ് വരുന്നു. ലുക്കൗട്ട് നോട്ടീസ് പെട്ടെന്ന് നല്ല ചിത്രമൊക്കെ വെച്ചിട്ട് കൃത്യമായി കണ്ടെത്തിയാൽ അറിയിക്കണമെന്ന് പറഞ്ഞ് വരികയാണ്. പെട്ടുപോയി. വടകരയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ പോലും കഴിഞ്ഞില്ല. നാട് വിട്ടു, ഗൾഫിൽ പോയി എന്നൊക്കെ വാർത്തകളുണ്ടെങ്കിലും വടകരയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. വടകര ഒരു ബന്ധുവീട്ടിലായിരുന്നു. പോലീസ് വന്ന് വല വീശി പൊട്ടിക്കരയുകയായിരുന്നു. ഇതിനോടകം തന്നെ കിളി പറന്നിരിക്കുകയായിരുന്നു. ഇങ്ങനെയും സംഭവിക്കുന്ന കരുതി അല്ലല്ലോ ഈ പണിക്ക് ഇറങ്ങിയത്. ചുമ്മാ വൈറലാകാൻ പോയതാണല്ലോ.
പോലീസ് വന്ന് വലവീശി പിടിച്ചപ്പോൾ തന്നെ പൊട്ടിക്കരഞ്ഞു. പോലീസ് അത്യാവശ്യം സഹായിക്കാൻ ശ്രമിച്ചു. പരമാവധി അവരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചു. പോലീസ് ചിലപ്പോൾ വഴിവിട്ട് സഹായിച്ചു എന്ന് പോലും സംശയിക്കാവുന്ന ഒന്ന്, അവരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ട് സ്വകാര്യ വാഹനത്തിലാണ്. അത് എന്ത് നിയമപരമായ സാധ്യതയാണുള്ളതെന്ന് അറിയില്ല. അപ്പോൾ എന്നെ അനാവശ്യമായി ഒരു രാത്രിയിൽ പിടിച്ചുകൊണ്ട് പോയപ്പോൾ പോലും ഉടുപ്പിടാൻ പോലും സമ്മതിക്കാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് എന്നെയും കൊണ്ട് പോയതൊക്കെ എല്ലാവരും കണ്ടതാണ്. മെഡിക്കൽ പരിശോധനയ്ക്ക് പോകുന്നു. എൻ്റെ മെഡിക്കൽ പരിശോധന നടത്തുമ്പോൾ ചാനലുകൾ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഒരു വ്യക്തിയുടെ സ്വകാര്യത പൂർണ്ണമായും വിട്ടുകൊണ്ട് ഞാൻ ഡോക്ടറുടെ അടുത്തിരുന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാകുമ്പോൾ ചാനൽ ക്യാമറകളുണ്ട്. ഇത്തരം സാഹചര്യം നമ്മുടെ ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അവർക്ക് സ്വകാര്യ വാഹനത്തിലെത്താൻ സൗകര്യം ചെയ്തു കൊടുത്ത് എന്താണെന്ന് അറിയില്ല. എന്തായാലും എത്തി. അവിടെ നിന്നും അവരെ കുന്നംകുളം കോടതിയിൽ ഹാജരാക്കി. കോടതി അവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മഞ്ചേരി സ്പെഷ്യൽ ജയിലിലായി. എല്ലാം ഞൊടിയിടയിൽ സംഭവിച്ചു. ഇന്നലെ അവർ ജയിലിലാണ്. ഇനി പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കും. കസ്റ്റഡിയിലെടുത്തതിന് ശേഷം മാത്രമേ ഈ പരിശോധന പൂർത്തിയാക്കാൻ കഴിയൂ. ഈ പരിശോധന എന്ന് പറയുന്നത് ഒന്നിവർ യാത്ര ചെയ്ത ബസ് അല്ലമീൻ എന്ന് പറയുന്നൊരു ബസ്സിലായിരുന്നു, പയ്യന്നൂരിൽ നിന്ന് പുറപ്പെട്ട ബസ്സിലായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത്. ആ ബസ്സിലുള്ള ആരും ഒരു യാത്രക്കാരും അറിഞ്ഞിരുന്നില്ല ഇങ്ങനൊരു ഉപദ്രവം അവർ നേരിട്ടു. അതുകൊണ്ട് തന്നെ അവർ വലിയ പ്രതിസന്ധിയിലാവും. കാരണം കണ്ടക്ടറോടോ ഡ്രൈവറോടോ പരാതിപ്പെട്ടിട്ടില്ല. ഒരൊറ്റ യാത്രക്കാർ ഇത് കണ്ടിട്ടില്ല. അപ്പം കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും സ്റ്റേറ്റ്മെൻറ്റ് നിർണായകമാണ്. യാത്രക്കാരെ കണ്ടെത്തണം. ടിക്കറ്റ് കൊടുത്ത് അതിലുണ്ടായിരുന്ന CCTV കണ്ട് ആ പരിസരത്തുണ്ടായിരുന്ന യാത്രക്കാരെ കണ്ടെത്തണം. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. എന്നിട്ട് അവരോട് ചോദിക്കണം, നിങ്ങൾ ഓർമ്മയുണ്ടോ ഇന്നയാളെ, ഈ സംഭവം നിങ്ങൾ കണ്ടോ? ഇത് അവരെല്ലാം വിറ്റ്നസ്സിൽ കയറണം. അതുപോലെ തന്നെ CCTV മുഴുവൻ പരിശോധിച്ചു. അത് ശാസ്ത്രീയമായി ഫോറൻസിക് പരിശോധന നടത്തണം. CCTVയിലൊക്കെ അടിമുടി പരാജയപ്പെട്ടു. അതായത് അക്ഷരാർത്ഥത്തിൽ ഇവർക്ക് അനുകൂലമായി ഒന്നുമില്ല. എന്നാൽ CCTV ദൃശ്യങ്ങളിൽ അരുതാത്തതായി ഒന്നും സംഭവിച്ചതായി കാണുന്നില്ല. അവൻ റെക്കോർഡ് ചെയ്യുന്നത് കാണാം, പക്ഷെ റെക്കോർഡ് ചെയ്യുന്നതിന് പറ്റിയ സാഹചര്യം അവിടെ ഇല്ല. റെക്കോർഡ് ചെയ്ത വീഡിയോ ഇവരെ അയാൾ ഇറങ്ങുന്നതിന് മുൻപ് അങ്ങോട്ട് ചേർത്ത് വെച്ച് മുട്ടി എന്നൊരു സാഹചര്യം ഉണ്ടാക്കി വീഡിയോ എടുത്തതും അതിനുശേഷം അത് സ്ലോ മോഷനിലാക്കി കാണിച്ച് ആളുകളെ പറ്റിച്ചതുമാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഈ തെളിവുകളെല്ലാം കണ്ടെത്തി പരിശോധനകൾ നടത്താൻ വേണ്ടി അവർ കസ്റ്റഡിയിലെടുക്കണം. പോലീസ് കസ്റ്റഡിയിലെടുക്കുമോ, സഹായിക്കാൻ ശ്രമിക്കുമെന്നൊന്നും അറിയില്ല. എന്നാൽ പോലീസ് തീരുമാനിക്കുന്ന പോലെയാണ് ഇതിൻ്റെയൊക്കെ ഗതി. പക്ഷെ എന്തായാലും ഇവർ തൽക്കാലം ഇവർക്ക് എതിരാണ് എല്ലാ സാഹചര്യങ്ങളും. ജയിലിലാണ്. ജയിലിൽ കിടന്നവർ പൊട്ടി കരയുകയാണെന്നാണ് ജയിലുമായി ബന്ധപ്പെട്ട ചില ആളുകൾ വ്യക്തമാക്കിയത്. അവർ ജയിലിൽ എത്തിയത് തന്നെ ഏങ്ങലടിച്ചുകൊണ്ടാണ്. ജയിലിൽ വന്ന് വനിതകളുടെ സെല്ലിലാണ്. ഈ വനിതകളുടെ സെല്ലിൽ ക്രിമിനലുകളായ വനിതകൾ, പലരും മോഷണ കേസിലും പിടിച്ചുപറി കേസിലും തല്ലി കേസിലും മറ്റും വന്ന പെൺഗുണ്ടകളാണ്. അവരുടെ കൂടെയാണ് കിടപ്പ്. മുമ്പ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ അവിടെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ജയിലെന്ന് പറഞ്ഞ് കുറേ അധികം ആളുകൾ ഒരുമിച്ചുണ്ടാവും. അവിടെ ഒരു ഫാനായിരിക്കുമുള്ളത്. അവിടെ പാവിരിച്ച് കിടന്നോണം, തലയണയില്ല, കാണും. എല്ലാവർക്കും കൂടി ഒരു ടോയ്ലറ്റാണുള്ളത്. ആ ടോയ്ലറ്റിൽ പോയി കാര്യം സാധിച്ചോണം. ഓർക്കണം, 2 കാറുണ്ടായിരുന്ന, ആഡംബര വീടുണ്ടായിരുന്ന, ഗൾഫിൽ ജോലി ഉണ്ടായിരുന്ന, എല്ലാ സൗകര്യങ്ങളോടും ജീവിച്ച 35 വയസ്സുള്ള ഒരു യുവതിയാണ് ഈ ഷിംജിത. അവരാണൊന്ന് വൈറലാകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇപ്പോൾ ജയിലിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജയിലിലെ കൊതുക് കടി കൊണ്ട് ജീവിക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറിയത്. ഇവരോട് സഹതപിച്ചാൽ ആളുകൾ എന്നെ കുറ്റം പറയുന്നറിയാം. കാരണം ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയ സ്ത്രീയാണ്. സഹതാപം അർഹതയില്ല. പക്ഷേ അവർ അർഹിക്കുന്ന ശിക്ഷ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തൽക്കാലം. ഇനിയുള്ള നാളുകളിൽ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് അറിയില്ല. അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഗൗരവമേറിയ ശിക്ഷ തന്നെയാണ്. കാരണം ഈ കുറ്റകൃത്യത്തിന് അവർ ജയിലിൽ 108 എന്ന വകുപ്പാണ്, BNS-ലെ 108 വകുപ്പാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണയാണ്. ഈ പ്രേരണയ്ക്ക് 10 വർഷം വരെ തടവെന്ന്, എത്ര വർഷം കൊടുക്കണമെന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ജാമ്യമില്ലാത്ത വകുപ്പാണ്. അപ്പോൾ തന്നെ റിമാൻഡ് ചെയ്തു ജയിലിലാണ്. 14 ദിവസം ജയിലിൽ കഴിയേണ്ടി വരും. അതിനു മുമ്പ് തെളിവെടുപ്പ് മറ്റുമുണ്ടാവും. അതിനുശേഷം ഒരു വർഷം പുറത്ത് വരുമായിരിക്കും. തെളിവുകൾ പോലീസ് കണ്ടെത്തി. കാരണം എല്ലാ തെളിവുകളും ഇവരുടെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ. സത്യമാണോ തമ്പുരാനറിയാം. ആ ഫോൺ പിടിച്ചെടുത്തിട്ട് ആ ഫോണിലെ വീഡിയോകൾ, അവർ ഒറിജിനലി റെക്കോർഡ് ചെയ്ത വീഡിയോകൾ, അത് അവരെങ്ങനെ എഡിറ്റ് ചെയ്തു, ഇത്തരം വിശദാംശങ്ങളൊക്കെ ശേഖരിച്ചാൽ വളരെ എളുപ്പത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് ശിക്ഷിക്കാവുന്ന കുറ്റകൃത്യമാണ്. അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അവർ അർഹിക്കുന്ന ശിക്ഷ അവർക്ക് കിട്ടി. പോലീസ് പിടികൂടിയപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു. രക്ഷപ്പെടാൻ കഴിയാത്ത, ഇനി വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള വേദന. പിന്നീട് അവർ ജയിലിൽ വന്നു. ജയിലിൽ അവർ ഒറ്റപ്പെട്ട് വേദനിച്ച് പൊട്ടിക്കരഞ്ഞ് കഴിയുകയാണ്. സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ ആക്രമണം തുടരുന്നു. ആരും പിന്തുണയ്ക്കാനില്ല. വളരെ കുറച്ച് പേർ മറുചോദ്യം ചോദിക്കുന്നുണ്ട്. ഇനി മുതൽ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാൽ വീഡിയോ എടുക്കരുത് എന്നാണോ? എന്തിനാണ് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്? അത് പ്രോത്സാഹിപ്പിക്കണമെന്നാണോ? ഈ 2 വാദം പലരും ഉന്നയിക്കുന്നു. 2നും വിശദീകരണമുണ്ട്. ഒരിക്കലും സ്ത്രീകൾക്ക് വീഡിയോ എടുക്കുന്നതിന് നിരോധനമില്ല. നിങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ, നിങ്ങൾക്കൊരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് വീഡിയോ എടുക്കാം. ഗൾഫിലോ യൂറോപ്പിലോ ഒക്കെയാണ് അതിന് പ്രയാസമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച്
അത്തരമൊരു സ്വകാര്യ സ്ട്രിക്റ്റ് ആയിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ഈ കേരള പോലീസ് ആക്ടിലെ ചെറിയ നിസ്സാര കുറ്റകൃത്യം മാത്രമേ ഉള്ളൂ പൊതുസ്ഥലത്ത് വീഡിയോ എടുക്കുന്നത്. അതൊരു വീഡിയോ എടുക്കുന്നതിനൊരു വിലക്കുമില്ല. എന്നാൽ വീഡിയോ എടുത്തിട്ട് അതിന് പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ അത് നിരപരാധിയെ വേട്ടയാടാനാണെങ്കിൽ പണി കിട്ടും. നിങ്ങളൊരു പുരുഷൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് കരുതുക, അവർ ലൈംഗികപ്പെടുത്താൻ ശ്രമിച്ചെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പണിയും കിട്ടത്തില്ല, കയ്യടിയേ കിട്ടൂ. ധൈര്യമായിട്ട് എടുത്തോളുക, അത് പബ്ലിഷ് ചെയ്തോളൂ, ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യണം. നിങ്ങൾ കണ്ടക്ടറും ഡ്രൈവറും ആ ബസ്സിൽ യാത്ര ചെയ്യുന്നവരെങ്കിലും അറിയണം ഇങ്ങനൊരു ദുരന്തം ഉണ്ടായി എന്നുള്ള കാര്യം. നിങ്ങൾ എന്തായാലും വീഡിയോ എടുക്കുന്നതാണല്ലോ, പോലീസിൽ പരാതിപ്പെടണം, രണ്ടാമത്തെ നടപടിക്രമം. ഇതൊന്നും ചെയ്യാതെ വൈറലാകാൻ വേണ്ടി വീഡിയോ എടുത്താൽ പണി കിട്ടും. അതുകൊണ്ട് സ്ത്രീകളുടെ അവകാശം ആരും ഹനിക്കുന്നില്ല. ഇനി സ്ത്രീകൾ ആരുടെയും വീഡിയോ എടുക്കരുത് എന്നൊരു സന്ദേശമില്ല. എടുക്കാം, ആർക്കും വീഡിയോ എടുക്കാം, ഏത് ക്രിമിനൽ പ്രവൃത്തിയുടെയും തെളിവായി വീഡിയോ എടുക്കാം. പക്ഷെ അത് ക്രിമിനൽ പ്രവൃത്തി ആയിരിക്കണം. നിരപരാധിയെ വേട്ടയാടാൻ വേണ്ടി, വൈറലാകാൻ വേണ്ടി എടുക്കരുത് എന്ന് മാത്രം. ആ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യവുമില്ല. സ്ത്രീകൾക്ക് അവരുടെ അവകാശം സംരക്ഷിക്കാൻ, അവരുടെ മാനം രക്ഷിക്കാൻ ഏത് വഴിയും സ്വീകരിക്കാൻ നിയമം അനുശാസിക്കുന്നുണ്ട്. മരിച്ച ആൾ കുറ്റം, ഇതിൻ്റെ പേരിൽ അയാൾ എന്തിനു മരിച്ചു? അയാൾക്ക് പരാതിപ്പെട്ടാൽ പോരായിരുന്നോ? നടപടി എടുത്താൽ പോരായിരുന്നു? പരാതിയും നടപടിയും സ്ത്രീകൾക്കെതിരെ കൊണ്ട് കൊടുത്ത് എന്തുണ്ടാവും എന്നാണ്? ഒന്നും ഉണ്ടാവത്തില്ല. ഒരു സ്ത്രീ എൻ്റെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ ഏത് വകുപ്പിലാണ്? പോലീസ് കേസെടുക്കത്തില്ല. അതാർക്കും അറിയാം. ഒരു സ്ത്രീ കൊണ്ട് ഒരു പുരുഷനെതിരെ കേസ് കൊടുത്ത് എടുക്കും. എന്നാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീക്കെതിരെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ ഒന്നും സംഭവിക്കത്തില്ല. വീഡിയോ എടുത്തതല്ല, തെറി വിളിച്ചാൽ, തല്ലിയാൽ, അസഭ്യം പറഞ്ഞാൽ, അപമാനിച്ചാൽ എടുക്കില്ല. അതാ നമ്മുടെ നാട്ടിൽ പുരുഷന്മാർക്ക് അനുകൂലമല്ല നിയമം. 2, വിശദീകരണമായി രംഗത്ത് വരിക. എല്ലാ മനുഷ്യരുടെയും മാനസികാവസ്ഥ ഒരുപോലെ ആവണമെന്നില്ല. ഇതിനെയൊന്നും താങ്ങാൻ കെൽപ്പില്ലാത്ത മനുഷ്യരാണ് ഭൂരിഭാഗവും. അവർക്ക് താങ്ങാൻ ശേഷിയില്ല. അവർ അനുഭവിക്കുന്ന അപമാനം, ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകും എന്നവരുടെ വേദന. മാത്രമല്ല, ഒരു പരാതി കിട്ടില്ല, പാതിരാത്രിയിൽ വന്ന് വല വീശി പിടിച്ച് കൈവലം കിട്ടുകൊണ്ട് ജയിലിലടയ്ക്കുന്ന കാലമാണിത്. അത്തരം വാർത്തകൾ പുറത്തു വരുന്നത്. അതൊക്കെ കാണുമ്പോൾ എങ്ങനെ ഇതിനെയൊക്കെ അഭിമുഖീകരിക്കും, എങ്ങനെ ഇതിനെയൊക്കെ നേരിടും എന്നുള്ളൊരു ആശങ്ക ആ മനുഷ്യനുണ്ടായി. അതിനുള്ള ശേഷി അയാൾക്കുണ്ടായിരുന്നില്ല. അയാൾ ജീവനെടുക്കാൻ തീരുമാനിച്ചു. അയാൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഷിംജിത അർഹിക്കുന്ന ശിക്ഷ കിട്ടിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വെറുതെ വിടുക. ഇനി അവരെ കൂടി മരണത്തിലേക്ക് തള്ളിവിടാൻ നിൽക്കണ്ട. ജയിലിലാണല്ലോ. പക്ഷേ നമ്മുടെ ഒരു കണ്ണുണ്ടാവണം, പോലീസുകാർ അവരെ രക്ഷിച്ചെടുക്കുന്നു എന്ന് നോക്കാൻ. വെറുതെ ഇനി സൈബർ ആക്രമണം നടത്തി എന്തിനാണ് നമ്മുടെയും അവരുടെയും അവശേഷിക്കുന്ന സ്വസ്ഥത കളയുന്നത്? അനുഭവിക്കാനുള്ളതൊക്കെ ഇപ്പോൾ തന്നെ അവർ അനുഭവിച്ചു. ഇനി ആരും, ഒരു സ്ത്രീയും വൈറലാകാൻ വേണ്ടി ഇത്തരം വൃത്തികേടുകൾക്ക് കുടപിടിക്കില്ല എന്ന് തീർച്ച.